നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പുതിയൊരു ഭീകര ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഇപ്പോൾ കാണുന്നത് വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ഒരു നേതാവിന്റെ തീരുമാനങ്ങൾ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ള ഭയാനക ഉദാഹരണമാണ്. പുറത്തുവരുന്ന ഓരോ വാർത്തയും യുദ്ധത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന നേർചിത്രങ്ങളായി മാറുകയാണ്. ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ F-15 യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തപ്പെട്ട സംഭവം തന്നെ യുദ്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ തെളിവായിരുന്നു. അതിന് പിന്നാലെ നടന്ന രക്ഷാപ്രവർത്തനം, നൂറുകണക്കിന് സൈനികരും ഡസൻ കണക്കിന് വിമാനങ്ങളും ഉൾപ്പെട്ട ഒരു വൻ ഓപ്പറേഷൻ. ഇതൊരു സാധാരണ റെസ്ക്യൂ മിഷൻ ആയിരുന്നില്ല, മറിച്ച് യുദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉയർന്നുവെന്ന് ലോകത്തെ അറിയിച്ച ഒരു ശക്തമായ സന്ദേശമായിരുന്നു. ഏപ്രിൽ 3-ന് ഇറാനിൽ US-ന്റെ F-15 വിമാനം വെടിവെച്ചിട്ടതും 2 US സൈനികരെ കാണാതായതുമായുള്ള വിവരം അറിഞ്ഞതിനു ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകളോളം സഹായികളോട് ദേഷ്യപ്പെട്ടതായാണ് പുതിയ റിപ്പോർട്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വാർ റൂം ബ്രീഫിംഗുകളിൽ നിന്ന് ട്രംപിനെ മാറ്റി നിർത്തിയതായും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വൈറ്റ് ഹൌസ് ഈ റിപ്പോർട്ട് തള്ളി. ട്രംപ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ സ്ഥിരതയുള്ള നേതാവായി തുടരുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത്. F-15 വിമാനം വെടിവെച്ചിട്ടതോടെ അപകട സാധ്യതയുള്ള രക്ഷാപ്രവർത്തനത്തിന് കാരണമായി തീർന്നിരുന്നു. വിമാനം താഴേക്ക് പതിക്കുന്നതിന് മുൻപ് പുറത്തേക്ക് ചാടിയ ഒരു ജീവനക്കാരനെ US സേന വേഗത്തിൽ രക്ഷപ്പെടുത്തി. രണ്ടാമത്തെയാൾ 24 മണിക്കൂറിലേറെ ഇറാനിൽ കുടുങ്ങിക്കിടന്നു. ഇറാനിയൻ സേന കണ്ടെത്തുകയും പുറത്തെത്തിക്കാനുള്ള തീവ്രവും ത്വരിതവുമായ നടപടികളാണ് പിന്നീട് നടപ്പിലാക്കിയത്. സംഘർഷം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ ഭയം വർദ്ധിച്ചു വരികയായിരുന്നു ഈ അവസരങ്ങളിൽ എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാഹചര്യം കൂടുതൽ വഷളായപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വെയിൽസ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റുകൾക്കായി സിറ്റുവേഷൻ റൂമിലേക്ക് വിളിച്ചു. ട്രംപിനെ ഈ മീറ്റിംഗുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, പകരം ഫോൺ കോളുകൾ വഴി മാത്രം അദ്ദേഹത്തെ വിവരം അറിയിച്ചു. ഏപ്രിൽ 4-ന് വൈകുന്നേരം കാണാതായ സൈനികനെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്ന് ട്രംപിനെ അറിയിച്ചു. ഈ പ്രവർത്തനം സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ പിന്തുണയോടെയാണ് സാധ്യമായതെന്നും ഏജൻസി പെന്റഗണിനെയും വൈറ്റ് ഹൌസിനെയും സൈനികന്റെ സ്ഥാനം അറിയിച്ചതായും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ ഈ ദൗത്യത്തിന്റെ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കുകയും ഏകദേശം 2 മണിക്ക് ഉറങ്ങാൻ പോവുകയും ചെയ്തു. രക്ഷപ്പെട്ട സൈനികനെ ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ട ധീരനായ യോദ്ധാവെന്നാണ് ട്രംപിന്റെ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. അടുത്ത ദിവസം രാവിലെ ട്രംപ് തന്റെ പ്രസ്താവനകൾ കൂടുതൽ കടുപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അനുസരിച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 7-ന് അദ്ദേഹം കൂടുതൽ മുന്നോട്ട് പോയി. ഇറാൻ തന്ത്രപ്രധാനമായ ജലപാത തുറക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ ഇറാൻ രാത്രിയോടെ നശിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷം 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ തന്നെ ഇത്രയും വലിയ സൈനിക ശക്തി വിന്യസിക്കേണ്ടി വന്നത് ഈ യുദ്ധം എത്ര അപകടകരമായ നിലയിലേക്ക് നീങ്ങി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ മിഷനിൽ അമേരിക്കൻ സൈന്യം വൻ നഷ്ടങ്ങളും നേരിട്ടു. ഡ്രോണുകൾ തകർന്നു, ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, ചില വിമാനങ്ങൾ പോലും നശിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഈ സംഭവങ്ങളുടെ പിന്നിലെ വലിയ ചോദ്യം ഇതാണ്: ഇത് ശരിക്കും ഒരു രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മറവിൽ നടന്ന മറ്റെന്തെങ്കിലും രഹസ്യ നീക്കങ്ങളും? ഇറാൻ ഉയർത്തുന്ന ആരോപണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന സംശയങ്ങളും ഈ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷനെ ചരിത്രത്തിലെ ഏറ്റവും ധൈര്യമായ ദൗത്യം എന്ന് വിശേഷിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമായി അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലോക സമാധാനത്തിന്റെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്.